ഇതൊന്നും അറിയില്ല. ഈ ഒളിമ്പിക് ഏതെന്ന് അറിയുന്ന ആൾക്കാരിവിടെ വളരെ കുറവായിരുന്നു, അറിയാറുണ്ട്. അതുകൊണ്ട് ചുരുട്ടി എന്ന് പറയുന്ന പിപിയാണ് ഒളിമ്പിക്. പക്ഷെ അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയാതെ കണ്ടിട്ട് പോലും അച്ഛൻ പോലും കണ്ടാണ്. നമ്മൾ നഷ്ടപ്പെട്ടുപോയ ഒരുപാട് പഴയ ഗ്രഹാതിരത്വങ്ങളൊക്കെ ആണ് ഈ ഒളിമ്പിക്. അതുമാണ് നമ്മളൊന്നും പറയാൻ പറ്റിയ സമയങ്ങളിൽ. ഇതൊരു അമ്മൂമ്മയും പേരക്കുട്ടിയും തമ്മിലുള്ള കഥയാണ് അല്ലേ? നമുക്കെല്ലാവർക്കും ഉണ്ടാവും. മുമ്പുകാരും ഇല്ലാത്ത ആളുകളില്ല. ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ ജീവിച്ചിരിക്കും. ഈ 5-8 വയസ്സ് വരെയൊക്കെ എങ്കിലും അമ്മൂമ്മമാർ നമ്മുടെ കൂടെ ഉണ്ടാവും. ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ കൂടെ കടന്നുറങ്ങി. വലുതായപ്പോൾ എന്നെ അമ്മൂമ്മയുടെ കെട്ടിന് മുമ്പിൽ താഴെ കിടത്തി. ഞാനൊരു അമ്മൂമ്മ കുട്ടിയാണ്. എൻ്റെ ഉമ്മ എപ്പോഴും ഇപ്പോഴും എൻ്റെ അമ്മ വരാതെ പറയും, എന്നെ നിന്നെ വളർത്താൻ എനിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നന്നായെന്ന് ഞാൻ പറയും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അങ്ങനെ അമ്മൂമ്മമാരുടെ ഒരു സ്നേഹമുണ്ടായിട്ട്. ഏതായാലും ഇതൊരു സിനിമ മാത്രമല്ല, ഇത് വലിയ ഉത്തരവാദിത്തമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ പുതിയ തലമുറയെ അവർക്ക് നഷ്ടപ്പെട്ട പോയവർക്ക് ഒരു കാലത്തും തിരിച്ച് കിട്ടാൻ പറ്റാത്ത ഒരുപാട് സ്റ്റാച്യു, ഒരുപാട് ഗ്രഹാതിരത്വങ്ങൾ ഈ സിനിമ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സിനിമ പെട്ടെന്ന് വലുതായ ഒരാളുടെ ഓർമ്മയിലൂടെയാണ് തോന്നുന്നത്. അതായത് ഇവിടെ ഈ സംരംഭം പോലും സിനിമയോടുള്ള ഒരു വളരെ അന്ധമായ സ്നേഹം കൊണ്ട് തന്നെയാണ്. ആ സ്നേഹം സിനിമ അവരോട് തിരിച്ച് കാണിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇതിലെല്ലാ പ്രവർത്തകരും ഈ സംരംഭത്തിൽ വിജയം ആശംസിക്കുന്നു. സിനിമയും വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും. വളരെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഈ സിനിമയിൽ പറഞ്ഞ് ഈ രംഗത്ത് നിൽക്കുന്നത്. അതിനെ ഇടയാക്കിയത് മാതൃഭൂമിയാണ്. അവരോട് എനിക്ക് നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും പറയാൻ എനിക്ക് ഒന്നും കഴിയുന്നില്ല എന്ന് വേണം പറയാൻ. വളരെ ഇത് നന്നായി വരട്ടെ, നന്നാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഇതൊരു കൊച്ചു ക്യാൻവാസ് എന്ന് വിചാരിക്കേണ്ട. ഇതിന്റെ പബ്ലിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സിനിമയ്ക്ക്. ഇതിന്റെ പബ്ലിസിറ്റി ഉൾപ്പെടെ വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്ത് തിയേറ്ററിൽ എത്തിക്കാനുള്ള എല്ലാ ഫണ്ടും ഫെസിലിറ്റീസും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ വളരെ ഒരു മെയിൻ സ്ട്രീം സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെടുമോ അതുപോലെ ഈ സിനിമ ഞങ്ങൾ മാർക്കറ്റ് ചെയ്തിരിക്കും. ഈ സിനിമ നല്ല തിയേറ്ററിൽ തന്നെ ഒരു സൈഡിൽ കൂടെ പോകുന്ന സിനിമ ആയിരിക്കില്ല. ഇത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ റിലീസ് ചെയ്യും. ഇത് അതിനുള്ള എല്ലാ ഡിസ്കഷൻസും എല്ലാ സാമ്പത്തിക കാര്യങ്ങളും നമ്മൾ ഒരുക്കി വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഈ സിനിമ അനൗൺസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ ഈ പറഞ്ഞ ക്രൂ മെമ്പേഴ്സിൽ ആരും ഒരു സിനിമ എങ്ങനെയെങ്കിലും ഉണ്ടാവാനോ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യാനോ കൊതിച്ചിരിക്കുന്ന ആൾക്കാരല്ല. എല്ലാവരും സിനിമയിൽ തിരക്കുള്ള ആൾക്കാരാണ്. എല്ലാവരും സിനിമയിൽ ഇഷ്ടംപോലെ ഉറപ്പുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു നല്ല സിനിമ ഉണ്ടാവാനുള്ള നല്ല മനസ്സുകൊണ്ട് മാത്രം ഒരുമിച്ച് കൂടിയവരാണ് ഞങ്ങൾ ഈ സിനിമ നല്ല രീതിയിൽ തന്നെ തിയേറ്ററിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിതെല്ലാം ചെയ്താലും ഒരു സിനിമ വിജയിപ്പിക്കണമെങ്കിൽ ഇതിനകത്തെ ഉണ്ണി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. പ്രണവ് ഉണ്ണിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ജയനെ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് പ്രണവ്. ഇത് ആര്യൻ ഈ സിനിമയില് പ്രണവ് ഈ സിനിമയില് കേശവനെ അവതരിപ്പിക്കുന്നു. ആര്യൻ ഈ സിനിമയില് ജയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ശങ്കർ ഈ സിനിമയില് ശ്രീധരൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നത്. ആൻഡ് പവിത്ര ഈ സിനിമയില് ഉണ്ണിയുടെ അനിയത്തിയായിട്ട് അഭിനയിക്കുന്നു. അപ്പൊ ഇവരൊക്കെ ഈ സിനിമയില് കുഞ്ഞുങ്ങളാണെങ്കിലും ഇവരൊക്കെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ എൻകറേജ്മെന്റ് ഉണ്ടാവണം. കുട്ടികളുടെ നല്ലൊരു സിനിമ കണ്ടിട്ട് എത്ര നാളായി അല്ലേ? അപ്പൊ അത് കാണണ്ടേ നമുക്ക്. താങ്ക് യു ഗൈസ്, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സുഹൃത്തുക്കളാണ് നമ്മളെല്ലാവരും. ഇവിടെയുള്ള ഒരു മോസ്റ്റ് ഓഫ് ദ ഇരിക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ സുഹൃത്തുക്കളാണ്. കൈമൾ സാറിന്റെ പേര് ഞാൻ ആദ്യം കേൾക്കുന്നത് നമ്മൾ ഈ പരസ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരസ്യചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് കൈമൾ സാറായിരുന്നു. ഈ പരസ്യം എന്ന് പറയുന്നത് കുറെ കള്ളം പറയുക എന്ന് പറയുന്നതാണ്. കുറെ കള്ളം പറഞ്ഞ് മടുത്തപ്പോൾ ഒരു സത്യം പറയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒളിമ്പിക് കൈമൾ സാറിനെ ഞാൻ അടുത്തറിയുന്നത്, ഞാൻ ആദ്യമൊക്കെ ഈ പരസ്യം
സംവിധാനം ചെയ്യാൻ വേണ്ടി ഞാൻ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ കൈമൾ സാറിനെ ക്യാമറ ചെയ്യാൻ വിളിക്കാറുള്ളത്. കാരണം ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെ വിളിച്ച് ഞാൻ എങ്ങനെ പറയും കാര്യങ്ങൾ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന സിനിമ അഭിനയിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് കൈമൾ സാറിനെ പേടിക്കുകയല്ല വേണ്ടത്. കാരണം കൂടെ നടക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ് കൈമൾ സാർ. കാരണം നമ്മളുടെ പ്രായത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ എന്നെക്കാളും മനസ്സുകൊണ്ട് ചെറുപ്പം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അത്രയും വേഗം സൂക്ഷിക്കുന്ന, കാരണം വലിയൊരു ബൈക്കറാണ് കൈമൾ സാർ. അപ്പോൾ ഈ ബൈക്കേഴ്സിന് പൊതുവെ അവരുടെ ക്യാരക്ടറിൽ തന്നെ ഒരു വേഗമുണ്ട്, അവരുടെ പ്രവൃത്തിയിലുണ്ടാവും, അവരുടെ ചിന്തയിലുണ്ടാവും. ഇതൊക്കെ തന്നെയും കൈമൾ സാറിന്റെ വർക്കുകളിലും ഞാൻ കണ്ടിരുന്നു, നമ്മൾ ചാപ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്തായാലും. അപ്പോൾ കൈമൾ സാർ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ വിജയവും എനിക്കും നമ്മളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. കാരണം കൈമൾ സാറിന് അത്രയും സ്നേഹിക്കുന്നുണ്ട്.